ഒരു ഗ്യാസ് ഡിസോൾവ് ചെയ്യുന്നതിന് ഏതൊക്കെ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നു നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇതിൽ നമ്മൾ കണ്ടു പ്രഷറാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ ഗ്യാസ് ഒരു സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ എഫക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത്തരത്തിൽ പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ നമുക്കൊരു ലോ പഠിക്കാനുണ്ട്, ഹെൻറീസ് ലോ. എന്താണ് ഹെൻറീസ് ലോ? ഹെൻറി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ട് ക്വാണ്ടിറ്റേറ്റീവ്ലി പ്രഷറും സോലിബിലിറ്റിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലോ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ലോ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ലോയെ ഹെൻറീസ് ലോ എന്ന് വിളിക്കുന്നു. എന്താണ് ഹെൻറീസ് ലോ? ഹെൻറീസ് ലോ ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ദ quantitative relation between the pressure and the solubility when a gas is dissolving in a solvent. ഒരു ഗ്യാസ് ആയിട്ടുള്ള സൊല്യൂട്ട് സോൾവെൻറ്റിൽ സോലിബിൾ ആകുമ്പോൾ പ്രഷറും ഈ സോലിബിലിറ്റിയും തമ്മിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് റിലേഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോയാണ് ഹെൻറീസ് ലോ എന്ന് പറയുന്നത്. എന്താണ് ഹെൻറീസ് ലോ? എന്താണ് ആ ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ സോലിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് പ്രസൻറ്റ് എബവ് ദ സർഫസ് ഓഫ് ലിക്വിഡ് ഓർ സൊല്യൂഷൻ. ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ ഒരു ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ എന്താണ് പറയുന്നത്? അതിലെ സോലിബിലിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം ഗ്യാസ് ആ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യും എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് പ്രസൻറ്റ് എബവ് ദ സർഫസ് ഓഫ് ലിക്വിഡ് ഓർ സൊല്യൂഷൻ. ആ ലിക്വിഡ് അല്ലെങ്കിൽ സൊല്യൂഷൻ്റെ തൊട്ട് മുകളിലുള്ള പാർഷ്യൽ പ്രഷറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ആ ലോയാണ് ഹെൻറീസ് ലോ എന്ന് പറയുന്നത്. ഈ ഒരു ലോ പ്രകാരമാണ് നമുക്ക് ഒരു ഗ്യാസിനെ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സഹായിച്ച ആദ്യത്തെ ലോയാണ് ഹെൻറീസ് ലോ എന്ന് പറയുന്നത്. ഹെൻറീസ് ലോയെ തന്നെ മറ്റൊരു രീതിയിലും നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ഡെഫിനീഷനാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻ വേപ്പർ ഫേസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസ് ഇൻ ദ സൊല്യൂഷൻ. അതായത് ഒരു ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേപ്പർ ഫേസിൽ ഉണ്ടാകുന്ന പാർഷ്യൽ പ്രഷർ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസ്. ഒരു ഗ്യാസിലുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതായത് ഒരു ഗ്യാസിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസും അതോടൊപ്പം തന്നെ ആ ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷറും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്നർത്ഥം. അതുകൊണ്ട് തന്നെ മാത്തമാറ്റിക്കലി നമ്മൾ അവരെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമെന്ന് നോക്കാം. പാർഷ്യൽ പ്രഷർ P ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. കൂടുതൽ പാർഷ്യൽ പ്രഷർ ഉണ്ടെങ്കിൽ കൂടുതൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ലിക്വിഡിൽ അല്ലെങ്കിൽ സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യും, സോലിബിൾ ആകും എന്ന് നമുക്ക് പറയാൻ കഴിയും. ദാറ്റ് ഈസ് P ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ നമ്മൾ കൈ എന്നാണ് ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് P ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ. ഈ പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും P ഈസ് ഈക്വൽ ടു KH ഇൻറ്റു കൈ. ഇവിടെ KH എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഹെൻറീസ് ലോ കോൺസ്റ്റൻ്റ് ആണ്. KH ഈസ് കോൾഡ് ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഹെൻറീസ് ലോയിനോട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഹെൻറീസ് ലോ എന്താണെന്ന് കണ്ടു അല്ലേ. ഹെൻറീസ് ലോ പ്രകാരം നമുക്ക് എഴുതാവുന്ന ഒരു ഇക്വേഷനാണ് പാർഷ്യൽ പ്രഷർ P ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മോൾ ഫ്രാക്ഷൻ കൈ, ഓർ വി ക്യാൻ റൈറ്റ് P ഈസ് ഈക്വൽ ടു KH ഇൻറ്റു കൈ, വേർ KH റെപ്രസെൻറ്റ്സ് ദ ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ്. ഇത്തരത്തിലൊരു ഇക്വേഷൻ കിട്ടിയപ്പോൾ ഇതിനൊരു എവിഡൻസ് ആയിട്ട് നമുക്ക് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വഴി ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാമോ എന്നൊന്ന് നോക്കാം. അതിനുവേണ്ടി ഈ ഒരു ഇക്വേഷനിൽ കിട്ടിയിട്ടുള്ള ടേംസ് ഏതൊക്കെയാണ്? പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസും മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട്? അതിനുവേണ്ടി നമ്മൾ എക്സ് ആക്സിസിൽ ഒരു ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷൻ പ്ലോട്ട് ചെയ്യുന്നു, വൈ ആക്സിസിൽ പാർഷ്യൽ പ്രഷർ
ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഗ്യാസ് പ്ലോട്ട് ചെയ്യുന്നു. ഇത് ഒരു ഗ്രാഫായി വരച്ചാൽ നമുക്ക് കാണാൻ കഴിയും വി വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ വിച്ച് ഇസ് പാസസ് ത്രൂ ദ ഒറിജിനിൽ കൂടെ പാസ് ചെയ്തു പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഈ ഒരു ഗ്രാഫിൻ്റെ റിസൾട്ടായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസ്. പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഏതൊരു ഗ്യാസ് എടുത്തു കഴിഞ്ഞാലും അവയുടെ പാർഷ്യൽ പ്രഷറും മോൾ ഫ്രാക്ഷനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡിഫറെൻറ്റ് ഗ്യാസസ് ഹാവ് ഡിഫറെൻറ്റ് KH വാല്യൂസ്. ഓരോ ഗ്യാസുകൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ ക്ലോറൈഡ്, അമോണിയ പോലെയുള്ള ഏത് ഗ്യാസ് കൺസിഡർ ചെയ്യുമ്പോഴും അവയുടെ ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് വാല്യൂ ആയിരിക്കും സെയിം ടെമ്പറേച്ചറിൽ. അറ്റ് സെയിം ടെമ്പറേച്ചർ ദ വാല്യൂ ഓഫ് KH വാരീസ് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ KH എന്നതിനെ അല്ലെങ്കിൽ ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് എന്നുള്ളതിനെ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ഫങ്ഷൻ ഓഫ് നേച്ചർ ഓഫ് ഗ്യാസ്. ഏത് ടൈപ്പ് നേച്ചറാണ് ഒരു ഗ്യാസ് കാണിക്കുന്നത് എന്നതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനായി നമുക്ക് KH വാല്യൂവിനെ കരുതാവുന്നതാണ്. നമ്മൾ ഹെൻറീസ് ലോ എന്താണെന്ന് കണ്ടു. എന്താണ് ഹെൻറീസ് ലോ? ഒരു ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ലോയാണ് ഹെൻറീസ് ലോ. ഹെൻറീസ് ലോ പ്രകാരം നമുക്ക് പറയാം, ഒരു ഗ്യാസ് പെർട്ടിക്കുലർ പ്രഷറിൽ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം പ്രഷർ കൂടുന്നതിനനുസരിച്ചിട്ട് മോൾ ഫ്രാക്ഷൻ കൂടുന്നു. ഇവിടെ മോൾ ഫ്രാക്ഷൻ എന്നത് ഒരു ഗ്യാസിനെ ലിക്വിഡിലുള്ള സോലിബിലിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു ടേമാണ് മോൾ ഫ്രാക്ഷൻ. അതുകൊണ്ട് തന്നെ ഹെൻറീസ് ലോ പ്രകാരം നമുക്ക് പറയാം പ്രഷർ കൂടുന്തോറും ഗ്യാസിൻ്റെ സോലിബിലിറ്റി കൂടി വരുന്നു. ഇത്തരത്തിലുള്ള ഇക്വേഷനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി വയ്ക്കാമല്ലോ. ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എഴുതാം KH is equal to P/ρ എന്ന്. എന്താണ് KH? ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ്. ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു പ്രഷർ ഡിവൈഡഡ് ബൈ മോൾ ഫ്രാക്ഷൻ എന്ന് സൂചിപ്പിക്കാം. ഇവിടെ ഒരു ഗ്യാസിൻ്റെ KH വാല്യൂ കൂടുകയാണെന്ന് കൺസിഡർ ചെയ്ത് നോക്കൂ. അവിടെ ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ത് സംഭവിക്കുന്നു? മോൾ ഫ്രാക്ഷൻ കുറയുന്നതായി കാണാം. അല്ലെങ്കിൽ നമുക്ക് പറയാം KH ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. അതുകൊണ്ട് തന്നെ ഒരു ഗ്യാസ് ഒരു പെർട്ടിക്കുലർ പ്രഷറിലിരിക്കുന്ന ഒരു ഗ്യാസിൻ്റെ KH വാല്യൂ കൂടുമ്പോൾ ആ ഗ്യാസിൻ്റെ സോലിബിലിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു? സോലിബിലിറ്റി കുറയുന്നു. Higher the value of KH at a particular pressure, the lower is the solubility of gas in liquid. ഏതൊരു ഗ്യാസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ഗ്യാസ് ഒരു പെർട്ടിക്കുലർ പ്രഷറിലിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു പെർട്ടിക്കുലർ പ്രഷറിലിരിക്കുന്ന ഗ്യാസിൻ്റെ KH വാല്യൂ കൂടുന്തോറും അതിൻ്റെ സോലിബിലിറ്റി കുറഞ്ഞു വരുന്നു എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാം. നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉള്ള ഒരു ലോയാണ് ഹെൻറീസ് ലോ ആയി നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഹെൻറീസ് ലോ കണ്ടു കഴിഞ്ഞു. നമ്മൾ കണ്ടു KH വാല്യൂ ഓഫ് എനി ഗ്യാസ് ഇൻക്രീസസ്. അതിന് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാം KH വാല്യൂ കൂടുകയാണെങ്കിൽ അതിൻ്റെ മോൾ ഫ്രാക്ഷൻ അതായത് സോലിബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മൾ കണ്ടു അല്ലേ. ഇനി നമുക്ക് കുറച്ച് ഗ്യാസസിനെ ഒന്ന് ചെക്ക് ചെയ്താലോ. ഇവിടെ നമുക്ക് ഈ ടേബിളിൽ ഒരുപാട് ഗ്യാസസ് കാണാൻ കഴിയും. ഹീലിയം, നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, ഫോർമാൽഡിഹൈഡ്, മീതെയിൻ, വിനൈൽ ക്ലോറൈഡ് പോലുള്ള ഒരുപാട് ഗ്യാസസും ഓരോ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലെ KH വാല്യൂസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടെമ്പറേച്ചർ കൺസിഡർ ചെയ്തിട്ടുള്ളത് കെൽവിൻ സ്കെയിലാണ്. KH വാല്യൂ കൺസിഡർ ചെയ്തിരിക്കുന്നത് കിലോ ബാർ എന്ന് പറയുന്ന യൂണിറ്റിലാണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ കഴിയും ഏറ്റവും കുറവ് KH വാല്യൂ ആർക്കാണ്? അറ്റ് 298 കെൽവിൻ KH വാല്യൂ ഏറ്റവും കുറവായി കാണിച്ചിരിക്കുന്നത് ഫോർമാൽഡിഹൈഡ് ആണ്. അതുകൊണ്ട് തന്നെ ഫോർമാൽഡിഹൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ടിന് അല്ലെങ്കിൽ ഫോർമാൽഡിഹൈഡ് ഗ്യാസിന് KH വാല്യൂ വളരെ കുറവാണ്. KH വാല്യൂ വളരെ കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സോലിബിലിറ്റി എങ്ങനെ ഇരിക്കും? സോലിബിലിറ്റി കൂടുതലായിരിക്കും അല്ലേ. KH വാല്യൂ കുറയുന്നതനുസരിച്ച് സോലിബിലിറ്റി കൂടും എന്ന് തന്നെ പറയാം. ഇവിടെ കൺസിഡർ ചെയ്യേണ്ട വേറെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് നൈട്രജനും ഓക്സിജനും. നൈട്രജനെ ഒന്ന് നോക്കൂ. ആ 293 കെൽവിനിൽ
കെ എച്ച് വാല്യൂ എന്ന് പറയുന്നത് 76.48 ആണ്. എന്നാൽ ടെമ്പറേച്ചർ കൂടിയപ്പോൾ 303 ആയപ്പോൾ അതിൻ്റെ കെ എച്ച് വാല്യൂ കൂടി 88.84 ആയി. അതുപോലെ തന്നെ ഓക്സിജൻ കൺസിഡർ ചെയ്യാം. ഓക്സിജൻ 293 കെൽവിനിൽ കെ എച്ച് വാല്യൂ എന്ന് പറയുന്നത് 34.86 ആണെങ്കിൽ ഓക്സിജൻ 303 കെൽവിനിൽ 46.82 കിലോ ബാർ ആയിട്ട് ആണ് തന്നിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമുക്ക് പറയാം കെ എച്ച് വാല്യൂ ഓഫ് ദിസ് ഓക്സിജൻ ആൻഡ് നൈട്രജൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്തോറും ഓക്സിജൻ്റെയും നൈട്രജൻ്റെയും കെ എച്ച് വാല്യൂ കൂടുന്നു. എന്താണ് ഇതിൻ്റെ ഇൻഡിക്കേഷൻ? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഇൻ ടെമ്പറേച്ചർ. കെ എച്ച് വാല്യൂ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സോലിബിലിറ്റി എങ്ങനെയാണ്? സോലിബിലിറ്റി കുറവാണ്. ടെമ്പറേച്ചർ കൂടുന്തോറും കെ എച്ച് വാല്യൂ കൂടുന്നു. അതായത് അതിനർത്ഥം ടെമ്പറേച്ചർ കൂടുന്തോറും ഈ ഗ്യാസിൻ്റെ ലിക്വിഡിലുള്ള സോലിബിലിറ്റി കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഡെയിലി കാണുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സാധാരണയായി അക്വാട്ടിക് സ്പീഷീസ്, അതായത് വെള്ളത്തിൽ വളരുന്ന ചെടികളും അതുപോലെ ജീവജാലങ്ങളും, അവർ ശ്വസിക്കുന്നത് ഈ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള ഓക്സിജനും ബാക്കിയുള്ള ഗ്യാസസും ഒക്കെയാണ് നമുക്കറിയാം. ഈ നൈട്രജൻ ഓക്സിജൻ പോലുള്ള ഗ്യാസസിൻ്റെ കോൺസെൻട്രേഷൻ അവിടെ കൂടുതലാണ്. എന്നാൽ ഇത്തരം ജീവജാലങ്ങളുടെ ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇവർ ചൂട് കൂടിയ സ്ഥലങ്ങളിലുള്ള വെള്ളത്തെക്കാളും അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ചൂട് കുറഞ്ഞ ജലത്തിൽ താമസിക്കാനാണ്. എന്തായിരിക്കും അതിന് കാരണം? ചൂട് കുറവുള്ള ആ വാട്ടറിൽ ദ കോൺസെൻട്രേഷൻ ഓഫ് ദീസ് ഗ്യാസസ് വിൽ ബി ഹയർ. ഇത്തരം ഗ്യാസസിൻ്റെ സോലിബിലിറ്റി ഒരുപാട് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനും നൈട്രജൻ പോലുള്ള ഗ്യാസസും ഒക്കെ അവൈലബിലിറ്റി കൂടുതലായിരിക്കും. ഇതെല്ലാം നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന ചില എക്സാമ്പിൾസ് ആണ്. ഹെൻറീസ് ലോ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ? ഹെൻറീസ് ലോയെ പറ്റി പറഞ്ഞപ്പോൾ ഗ്യാസുകളുടെ ലിക്വിഡിലുള്ള സോലിബിലിറ്റിയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഹെൻറീസ് ലോയിന് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന സോഡയുടെ പ്രിപ്പറേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. നമുക്കറിയാം സോഡ അല്ലെങ്കിൽ സോഡ വാട്ടർ അല്ലെങ്കിൽ മറ്റ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഇവയെല്ലാം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഹൈ പ്രഷറിൽ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യിക്കുന്നു. അങ്ങനെയാണ് ഇത്തരം സോഡ വാട്ടറും ബാക്കിയുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സും സാധാരണയായി പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഇത്തരത്തിൽ സോഡ വാട്ടർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത്തരം ബോട്ടിലുകൾ ഹൈ പ്രഷറിൽ സീൽ ചെയ്യുന്നു. നമുക്ക് പറയാം the soda water is bottled at high pressure to increase the solubility of carbon dioxide. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സോലിബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനായി കൂട്ടുന്നതിനായി ഇത്തരം ബോട്ടിലുകൾ ഹൈ പ്രഷറിലാണ് സീൽ ചെയ്യാറുള്ളത്. രണ്ടാമത്തെ ഒരു ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ സ്കൂബ ഡൈവേഴ്സ്. ആരാണ് ഈ സ്കൂബ ഡൈവേഴ്സ്? കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരല്ലേ? സ്കൂബ ഡൈവേഴ്സിൻ്റെ ചിത്രങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് കാണാം അവർ ഒരു ടാങ്ക് മുഖത്ത് പിടിപ്പിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് ആ ടാങ്കിലുള്ളത്? ടാങ്കിൽ അവർക്ക് ശ്വസിക്കാനുള്ള പലതരം വാതകങ്ങളാണ് നിറച്ചിട്ടുള്ളത്. ഇത്തരം സ്കൂബ ഡൈവേഴ്സ് യൂസ് ചെയ്യുന്ന ടാങ്കുകളിൽ സാധാരണ ജനങ്ങൾക്ക്, സാധാരണ ആൾക്കാർക്ക് കൊടുക്കുന്ന ടാങ്കുകളിലുള്ള മിശ്രിതമായിരിക്കില്ല, ഗേഷ്യസ് മിക്സർ ആയിരിക്കില്ല അതിൽ ഫില്ല് ചെയ്തിട്ടുണ്ടാകുക. എന്താണ് അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വളരെ ആഴങ്ങളിലേക്ക്, കടലിൻ്റെ വളരെയധികം ആഴങ്ങളിലേക്ക് ഇവർ മുങ്ങിപ്പോകുമ്പോൾ അവിടെ പ്രഷറിന് എന്ത് സംഭവിക്കുന്നു? ബോട്ടം പോർഷനിലേക്ക് പോകും തോറും പ്രഷർ കൂടുന്നതായി നമുക്ക് കാണാം. പ്രഷർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെയുള്ള ഓക്സിജൻ, നൈട്രജൻ പോലെയുള്ള ഗ്യാസസ് ബ്ലഡിൽ ഡിസോൾവ് ചെയ്യുന്നതിൻ്റെ റേറ്റ് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ കൂടുതൽ എമൗണ്ട് ഓഫ് ഓക്സിജൻ, നൈട്രജൻ ഗ്യാസസ് പോലെയുള്ളവ ബ്ലഡിൽ ഡിസോൾവ് ചെയ്യപ്പെടുന്നു. എന്നാൽ ഇവ ആഴങ്ങളിൽ നിന്ന് വീണ്ടും സർഫസിലേക്ക് വരുമ്പോൾ ഡിസോൾവ് ചെയ്യപ്പെട്ട് ഈ ഗ്യാസുകളെല്ലാം ലിബറേറ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം നമ്മുടെ വാട്ടറിൻ്റെ മുകളിലത്തെ സർഫസിലെത്തുമ്പോൾ സാധാരണയായി കാണുന്ന പ്രഷർ ഏറ്റവും ബോട്ടം പോർഷനേക്കാളും വളരെയധികം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസോൾവ് ചെയ്യപ്പെട്ട് ഈ ഗ്യാസസ് എല്ലാം ലിബറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഇങ്ങനെ ലിബറേറ്റ് ചെയ്യുമ്പോൾ ഡിസോൾവ് ചെയ്ത നൈട്രജൻ ഗ്യാസസ് ബബിൾസ് ആയി ഫോം ചെയ്യുകയും
ഇവ ബ്ലഡ് വെസൽസിൽ ബ്ലോക്ക് പോലെ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ കാരണമായി പറയുന്നത് ബബിൾസ് ഓഫ് നൈട്രജൻ ബബിൾസ് ഇത്തരം ബ്ലഡ് കാപ്പിലറീസിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഹൈലി പെയിൻഫുള്ളായ ഒരു കണ്ടീഷന് കാരണമാകുന്നു. ആ കണ്ടീഷനെയാണ് ബെൻസ് എന്ന് പറയുന്നത്. BENDS, ബെൻസ്. ഈ ഒരു ബെൻസ് എന്ന് പറഞ്ഞ കണ്ടീഷന് ഒഴിവാക്കാനായി സാധാരണയായി സ്കൂബ ഡൈവേഴ്സ് ഉപയോഗിക്കുന്ന ടാങ്കുകളിൽ വളരെ ചെറിയ അളവിൽ ഹീലിയം മിക്സ് ചെയ്യാറുണ്ട്. ഹീലിയം ഉപയോഗിച്ച് ഡൈല്യൂട്ട് ചെയ്ത നൈട്രജൻ്റെയും ഓക്സിജൻ്റെയും മിക്സറാണ് ഇത്തരം ടാങ്കുകളിൽ സാധാരണയായി നിറയ്ക്കാറുള്ളത്. ഇതും ഹെൻറീസ് ലോയുടെ ഒരു ആപ്ലിക്കേഷനായി നമുക്ക് പറയാം. അടുത്തൊരു ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും, മലയൊക്കെ കയറി ഹൈറ്റിലെത്തിക്കഴിയുമ്പോൾ ഓക്സിജൻ കിട്ടാതെ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടും. എന്താണ് അതിന് കാരണം? ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഉയരം കൂടുന്തോറും എന്ത് സംഭവിക്കുന്നു? പ്രഷർ ഉയരത്തിലെത്തും തോറും പ്രഷർ വളരെ കുറവായിരിക്കും അല്ലേ? പ്രഷർ കുറവായതുകൊണ്ട് നമുക്ക് എന്തിനു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും? ഓക്സിജനെ ശ്വസിക്കാൻ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. എന്തായിരിക്കും അതിന് കാരണം? ഹൈ ഓൾട്ടിറ്റ്യൂഡിലെത്തുമ്പോൾ ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദിസ് ഓക്സിജൻ ഗ്യാസ് ഈസ് ലെസ്. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഡിസോൾവ്സ് ഇൻ ദ ബ്ലഡ് ഈസ് ഡിക്രീസസ് എന്ന് നമുക്ക് പറയാം. അവിടെ ഓക്സിജൻ്റെ അളവ് കുറയുന്നു. നമുക്ക് ഓക്സിജൻ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരിക്കും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരിക? ഓക്സിജൻ കിട്ടാൻ ബുദ്ധിമുട്ടാകുമ്പോൾ അത്തരം പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. അത്തരം ആളുകൾക്ക് ശാരീരികവും മാനസികവുമായ പലതരത്തിലുള്ള വീക്ക്നെസ്സിനും കാരണമാകും. കാരണം പ്രോപ്പറായി തിങ്ക് ചെയ്യാൻ പറ്റില്ല, പ്രോപ്പർ എമൗണ്ട് ഓക്സിജൻ കിട്ടാത്തതുകൊണ്ട് തന്നെ പ്രോപ്പറായി തിങ്ക് ചെയ്യാനും പറ്റില്ല. അതോടൊപ്പം തന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാടുണ്ടാവും. ആ ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്ന പേരാണ് അനോക്സിയ എന്ന് പറയുന്നത്. ഇവയെല്ലാം ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷനായി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്.